ഗുരുവായൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും നഗരസഭാ മുൻ വൈസ് ചെയർമാനുമായ ടി.എൻ. മുരളിക്കു നേരെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അജ്ഞാതന്റെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് മുരളി ചികിത്സ തേടി. ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകിട്ട് 7:30 വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയായിരുന്നു സംഭവം. കുരുമുളക് സ്പ്രേ പ്രയോഗത്തെ തുടർന്ന് കണ്ണിലും മുഖത്തും നീറ്റൽ അനുഭവപ്പെട്ടതോടെ നിലവിളിക്കുകയും അയൽവാസികൾ ഓടിയെത്തുകയുമായിരുന്നു. നാട്ടുകാർ പിന്തുടർന്നതോടെ ആക്രമി കാറിൽ കയറി രക്ഷപ്പെട്ടു. കാറിനെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. ആക്രമണ കാരണം വ്യക്തമല്ലെന്ന് മുരളി പറഞ്ഞു. അറിയുന്നില്ല. അതിന് മുമ്പ് സ്പ്രേ അടിച്ചു തിരിഞ്ഞു നോക്കിയ വഴിക്ക് ഒരാൾ ഓടുന്നത് കണ്ടു. ഞാൻ പിന്നാലെ പോയി റോഡ് വരെ അതിന്റെ പിന്നാലെ ഓടി. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ ആളുകളൊക്കെ എന്റെ ബഹളം കേട്ട് വന്നു. അവരെല്ലാവരും കൂടി അപ്പൊ ഈ ആക്രമിക്കാൻ ശ്രമിച്ച ആള് കാറിൽ കയറിയത് പോയത്. അപ്പൊ കാറിന്റെ പിന്നാലെ കുറെ പോയി. ലാസ്റ്റ് നമ്പർ എത്രയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസിൽ പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് ദേവസ്വം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവര് അവിടുന്ന് അടിയന്തര ചികിത്സയൊക്കെ തന്നു. കണ്ണൊക്കെ ഒരു തരം ലോഷനൊക്കെ ഇട്ട് കുറെ കഴുകി ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴൊരു ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വരികയുണ്ടായത്.